സൗദി ടൂറിസം വകുപ്പിലെ സ്വദേശീവൽക്കരണ തോത് വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി. സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെയും വിവിധ വകുപ്പുകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിനോദസഞ്ചാര മേഖലയിലെ എക്സിക്യൂട്ടീവ് ജോലികളും നേതൃസ്ഥാനങ്ങളുമടക്കം ഉന്നത തസ്തികകളാണ് സൗദിവൽക്കരിക്കുക. ദേശീയ വിനോദസഞ്ചാര മാനവ വിഭവ വികസന പ്രോജക്ട് ഇതിനായുള്ള പദ്ധതി തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. തൊഴിൽ മന്ത്രാലയം, മാനവ വിഭവ വികസന ഫണ്ട്, സ്വകാര്യ മേഖലാ പങ്കാളികൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് വിനോദസഞ്ചാര മേഖലയിലെ സ്വദേശി നിരക്ക് 22.9%. അടുത്ത വർഷത്തോടെ ഇത് 23.2% അതിൽ കൂടുതലോ ആയി ഉയർത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. മീഡിയ 1, ജിദ്ദ കോഴിക്കോട് സെക്ടറിൽ സ്പൈസ് ജെറ്റിന്റെ നേരിട്ടുള്ള സർവീസിന് തുടക്കമായി. സൗദിയ എയർലൈൻസിനും എയർ ഇന്ത്യയ്ക്കും പുറമെ ഇതാദ്യമായാണ് ഒരു സ്വകാര്യ വിമാന കമ്പനി ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് സർവീസ് നടത്തുന്നത്. ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് പറക്കാനായതിന്റെ സന്തോഷത്തിലാണ് യാത്രക്കാർ. ഇന്ത്യൻ ബജറ്റ് എയർലൈൻ കമ്പനിയായ സ്പൈസ് ജെറ്റ് ബോയിംഗ് 737 ന്യൂ ജനറേഷൻ വിമാനം ഉപയോഗിച്ചാണ് സർവീസ് ആരംഭിച്ചത്. രാവിലെ 5:35 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട വിമാനം സൗദി സമയം 8:35 ജിദ്ദയിലെത്തി. എന്നാൽ സൗദി സമയം രാവിലെ 9:45 കോഴിക്കോട്ടേക്ക് തിരിച്ചു പറക്കേണ്ടിയിരുന്ന വിമാനം 10:25 പുറപ്പെട്ടത്. എങ്കിലും വൈകിട്ട് 6:05 കൃത്യസമയത്ത് തന്നെ ജിദ്ദയിൽ നിന്നുള്ള യാത്രക്കാരെ കോഴിക്കോട്ടെത്തിച്ചു. യാത്ര സുഖമായിരുന്നു. അവിടുന്ന് പോരാൻ നേരത്തെ 45 മിനിറ്റ് വൈകിയെങ്കിലും ഇവിടെ കറക്റ്റ് സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്, ലാൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് നല്ല ഒരു സംഭവമാണ്. ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ, മറ്റുള്ള രീതിയിലൊന്നും ബുദ്ധിമുട്ടില്ല. അവിടുന്ന് അരമണിക്കൂർ നേരം വൈകി എങ്കിൽ കൂടി ഇവിടെ ഓൺ ടൈമിന് അറൈവലായി. ഞങ്ങൾ ലഗേജിന് കാത്തിക്കാണ്. വളരെ നല്ല ഹൃദ്യമായ വരവേൽപ്പൊക്കെയാണ്. 30 കിലോ ബാഗേജും 7 കിലോ ക്യാബിൻ ബാഗേജും 5 ലിറ്റർ സംസം ബോട്ടിലുമാണ് അനുവദിച്ചിട്ടുള്ളത്. ലാപ്ടോപ്പും ഡ്യൂട്ടി ഫ്രീ ബാഗുകളും ഉൾപ്പെടെയാണ് 7 കിലോ ക്യാബിൻ ബാഗേജിൽ അനുവദിച്ചിരിക്കുന്നത്. വിമാനത്തിനകത്തെ ക്യാബിനിൽ വേണ്ടത്ര സൗകര്യമില്ലാത്തതിനാൽ മിക്ക യാത്രക്കാരും ഹാൻഡ് ബാഗ് കയ്യിലും സീറ്റുകൾക്കടിയിലും സൂക്ഷിച്ചാണ് യാത്ര ചെയ്തതെന്ന് യാത്രക്കാർ പറഞ്ഞു. എങ്കിലും ജിദ്ദയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നേരിട്ട് പറക്കാനായതിൽ യാത്രക്കാർ സന്തോഷത്തിലാണ്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. 2 സ്റ്റേഷനുകൾക്കിടയിൽ താൽക്കാലികമായി നിർത്തിവെച്ച സേവനം ദുബായ് മെട്രോ പുനഃസ്ഥാപിച്ചു. റൂട്ട് 2020 പദ്ധതി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സൗകര്യാർത്ഥമായിരുന്നു സേവനം നിർത്തിയത്. സർവീസ് നിർത്തിവെച്ചതോടെ വലിയ പ്രയാസമാണ് യാത്രക്കാർക്ക് നേരിട്ടിരുന്നത്. ദുബായ് മെട്രോ റെഡ് ലൈനിലെ DMCCയിൽ നിന്ന് ഇബ്നു ബത്തൂത്ത സ്റ്റേഷനിലേക്ക് പോകുന്നവർ സൗജന്യ ഷട്ടിൽ ബസ് സേവനത്തെ ആശ്രയിച്ചു വരികയായിരുന്നു. പോയ വർഷം ജനുവരി 5 മുതലാണ് ഈ സ്റ്റേഷനുകൾക്കിടയിൽ മെട്രോ ഓട്ടം നിർത്തിവെച്ചത്. അതോടെ ഇബ്നു ബത്തൂത്ത സ്റ്റോപ്പിനെ തുടർന്നുള്ള സ്റ്റേഷനുകളിലേക്ക് പോകേണ്ട യാത്രക്കാർ DMCCയിൽ ഇറങ്ങേണ്ടി വന്നു. സർവീസ് പുനരാരംഭിച്ചതോടെ യാത്ര എളുപ്പമായി മാറിയതിന്റെ ആഹ്ലാദത്തിലാണിപ്പോൾ യാത്രക്കാർ. 2 സ്റ്റേഷനുകൾക്കിടയിലെ നക്കീൽ ഹാർബർ ആൻഡ് ടവർ സ്റ്റേഷനും പാർക്കിംഗ് കേന്ദ്രവും പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. പൊതുഗതാഗത സംവിധാനം കൂടുതൽ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി മെട്രോ വികസനം മുന്നോട്ടു പോവുകയാണെന്ന് RTA റെയിൽ വിഭാഗം ഡയറക്ടർ മുഹമ്മദ് യൂസഫ് അൽ മുദാരി പറഞ്ഞു. എക്സ്പോ 2020യുടെ ഭാഗമായി വൻ വികസന കുതിപ്പിനൊരുങ്ങുകയാണ് ദുബായ് നഗരത്തോടൊപ്പം മെട്രോയും. മീഡിയ 1, ദുബായ്. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിന് ശിലയിട്ടു. അൽ റബിക്ക് സമീപം അബു മുറൈഗയിൽ ആണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. 2 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാകും. കാലത്ത് 9 മണിയോടെ ആരംഭിച്ച ശിലാന്യാസ ചടങ്ങ് 2 മണിക്കൂറിലേറെ നേരം നീണ്ടു. ഇന്ത്യയിൽ നിന്നുള്ള പൂജാരികളുടെ കാർമ്മികത്വത്തിലായിരുന്നു ശിലാന്യാസ ചടങ്ങ്. ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്ന ബാക്സ് സ്വാമിനാരായണ സംസ്ഥയിലെ മുതിർന്ന പുരോഹിതൻ ഗുരു മഹന്ത് മഹാരാജായിരുന്നു മുഖ്യ കാർമ്മികൻ. അബുദാബി കമ്മ്യൂണിറ്റി വികസന അതോറിറ്റി ചെയർമാൻ മുഗീർ അൽ ഖൈലി, UAE കാലാവസ്ഥാ വ്യതിയാന പരിസ്ഥിതി മന്ത്രി ഡോക്ടർ താനി ബിൻ അഹമ്മദ് അൽ സയൂദി, UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി, വ്യവസായ പ്രമുഖൻ BR ഷെട്ടി എന്നിവരും സന്നിഹിതരായിരുന്നു. ഗുജറാത്ത് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് പ്രവാസികളും ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷേത്രം ലോകത്തിന് നൽകുന്നത് മികച്ച സമാധാന സന്ദേശം കൂടിയാണെന്ന് ബാക്സ് സ്വാമിനാരായണ സംസ്ഥയിലെ മുതിർന്ന പുരോഹിതൻ സ്വാമി ബ്രഹ്മവിഹാരി പറഞ്ഞു. I think this temple will not just attract visitors and tourists, but will also attract people who believe in values and peace and harmony. So as time goes, it will become a spiritual oasis for global harmony. Of course, people will come from all across the world. സപ്ത ഗോപുരങ്ങളോട് കൂടിയ ദേവാലയം ഇന്ത്യ UAE ബന്ധത്തിന്റെ ഏടുറ്റ പ്രതീകം കൂടിയാണ്. I think it's a very important day for the Indian community in UAE, and it's a very important day for India-UAE relations. That we have witnessed the laying of the foundation stone for the first Hindu temple in Abu Dhabi.
40-ലേറെ ചർച്ചുകളും 2 ഹൈന്ദവ ക്ഷേത്രങ്ങളും ഒരു ഗുരുദ്വാരയുമാണ് നിലവിൽ UAE-യിലുള്ളത്. സഹിഷ്ണുതാ വർഷത്തിൽ ബഹുസ്വരതയുടെ ഏറ്റവും മികച്ച സന്ദേശം തന്നെയാണ് UAE ലോകത്തിന് കൈമാറുന്നത്. ക്യാമറ പേഴ്സൺ മുയിനുദ്ദീനോടൊപ്പം MC നാസർ, മീഡിയ 1, അബുദാബി. ഇന്ത്യ UAE ബന്ധത്തിലെ മനോഹരമായ ഒരു ഏടാണ് അബുദാബിയിൽ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശിലാന്യാസത്തോടനുബന്ധിച്ച് നടത്തിയ ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി നവ്ദീപ് സിംഗ് സൂരിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദേശം വായിച്ചത്. UAE ഭരണകൂടത്തോടും ജനതയോടുമുള്ള നന്ദി മോദി സന്ദേശത്തിൽ അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അബുദാബിയിൽ പ്രവാസ ലോകത്തിന്റെ ആദരം. അനാഥരുടെ സംരക്ഷണം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ കാന്തപുരം ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതികൾ ഏറെ ശ്രദ്ധേയമാണെന്ന് പ്രമുഖർ അഭിപ്രായപ്പെട്ടു. ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം പണ്ഡിതൻ എന്ന നിലയ്ക്ക് കാന്തപുരം മികച്ച ഇടപെടലാണ് നടത്തുന്നതെന്ന് അറബ് പ്രവാസി പ്രതിനിധികൾ വ്യക്തമാക്കി. അബുദാബിയിൽ നടന്ന ചടങ്ങിൽ കാന്തപുരത്തിനുള്ള പുരസ്കാരം ഫെഡറൽ ദേശീയ കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് സാലിം മുഹമ്മദ് റക്കാദ് അൽ ആമിരി കൈമാറി. അബുദാബി സാമ്പത്തിക വിഭാഗം ഡയറക്ടർ ഡോക്ടർ അലി അൽ ഹുസ്നി, അഡ്നോക്ക് ഡിസ്ട്രിബ്യൂഷൻ CRO നാസർ അൽ ഹമ്മാദി, അൽ ഉതൈബ ഹോൾഡിംഗ് ചെയർമാൻ ഉതൈബ അൽ ഉതൈബ സയ്യിദ് അൽ ഉതൈബ, റാഷിദ് ഹസൻ അൽ നൊയ്മി, ഡോക്ടർ സെയ്ഫ് അൽ ജാബിരി, അഹമ്മദ് ഇബ്രാഹിം അൽ ഹമ്മാദി ഉൾപ്പെടെ നിരവധി പേർ കാന്തപുരത്തിന് ഭാവുകങ്ങൾ നേർന്നു. ഇബ്രാഹിം ഖലീൽ അൽ ബുക്കാരി, C മുഹമ്മദ് ഫൈസി, പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസരി, ഫാദർ ആനി സേവ്യർ ഉൾപ്പെടെയുള്ളവരും സന്നിഹിതരായിരുന്നു. അബുദാബിയിലെ വിവിധ സംഘടനാ സാരഥികളും പ്രസംഗിച്ചു. മീഡിയ 1, അബുദാബി. സൗദി ജുബൈൽ ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ ഭരണസമിതിയിലേക്കുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തു. മലയാളി ഉൾപ്പെടെയുള്ള 5 പേരെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. 7-അംഗ ഭരണസമിതിയിലേക്കുള്ള 5 പേരെയാണ് വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്തത്. മലയാളിയായ കണ്ണൂർ സ്വദേശി അബ്ദുൾ റൌഫ് ഏറ്റവും കൂടുതൽ വോട്ട് നേടി 1-ാം സ്ഥാനത്തെത്തി. ഡോക്ടർ ഇർഫാൻ ഹമീദ് ഖാൻ തെലങ്കാന, വിമൽ കുമാർ ഗുജറാത്ത്, ശിവബാലൻ തമിഴ്നാട്, ഡോക്ടർ സലീം ഖാൻ ഉത്തരാഖണ്ഡ് എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു സംസ്ഥാനത്തു നിന്നുള്ളവർ. ബാക്കി 2 പേരെ ഇന്ത്യൻ എംബസി നോമിനേഷനിലൂടെ നിയമിക്കും. ഇതിനുള്ള അപേക്ഷകൾ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞു. വനിതകൾ ഉൾപ്പെടെ 7 പേരാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. 3 വർഷമാണ് ഭരണസമിതിയുടെ കാലാവധി. 8000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിൽ ഭൂരിഭാഗവും മലയാളി വിദ്യാർത്ഥികളാണ്. മീഡിയ 1, ദമാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് വെൽഫെയർ കേരള കുവൈറ്റ് സംഘടിപ്പിച്ച കണ്ണൂർ ജില്ലാ സംഗമം. എന്റെ പുരക്കെ വോട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര സെക്രട്ടറി അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തി. ആയിഷ PTP അധ്യക്ഷയായിരുന്നു. UDF അനുഭാവ സംഘടനകളുടെ പ്രതിനിധികൾ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥികളായ K സുധാകരൻ, K മുരളീധരൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവർ വീഡിയോ കോൺഫറൻസിലൂടെ തെരഞ്ഞെടുപ്പ് സന്ദേശം അറിയിച്ചു. സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഏതെങ്കിലും ഒരു സിനിമയ്ക്കെതിരെ നടത്തുന്ന പ്രചാരണങ്ങളെ തിരിച്ചറിയാൻ മലയാളി ആസ്വാദകർക്ക് കഴിവുണ്ട് എന്ന് നടൻ ദുൽഖർ സൽമാൻ. ഒരു യമണ്ടൻ പ്രേമകഥ എന്ന പുതിയ സിനിമയുടെ പ്രചാരണാർത്ഥം ദുബൈയിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ദുൽഖർ. സിനിമയെക്കുറിച്ച് സത്യസന്ധമായ വിലയിരുത്തൽ നടത്തുന്നവരുടെ പ്രതികരണങ്ങൾ വിലമതിക്കും. എന്നാൽ ഒരു സിനിമയെ ബോധപൂർവം താറടിച്ചു കാണിക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടക്കുന്ന നീക്കം ആസ്വാദകർ അംഗീകരിക്കാൻ പോകുന്നില്ലെന്നും ദുൽഖർ വ്യക്തമാക്കി. പടം നല്ലതാണോ അല്ല എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും സ്വയം തീരുമാനിക്കുന്ന കാര്യമാണ്. അത് എത്രമാത്രം തിയേറ്ററിൽ സംഭവിക്കുന്നുണ്ട് ഇല്ല എന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു നല്ല സിനിമേനെ സോഷ്യൽ മീഡിയ തീരുമാനിച്ചാൽ തകർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മലയാള ചിത്രങ്ങളിൽ നിന്ന് 2 വർഷം വിട്ടുനിൽക്കേണ്ടി വന്നത് ബോധപൂർവമല്ലെന്നും ദുൽഖർ സൽമാൻ പറഞ്ഞു. ചിലപ്പോൾ അടുപ്പിച്ച എല്ലാം വലിയ പടങ്ങളും മൾട്ടിപ്പിൾ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള പടങ്ങളാകുമ്പോഴത്തേക്കും അങ്ങനെ ഞാൻ ഫുൾ ടൈം പണിയെടുക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, പറഞ്ഞിൽ ഇറക്കാൻ പറ്റാത്ത എൻ്റെ കയ്യിൽ. എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും ആർക്ക് വോട്ട് ചെയ്യണമെന്നത് സ്വന്തമായി തീരുമാനിക്കണമെന്നും ദുൽഖർ ഓർമ്മപ്പെടുത്തി. പിന്നെ ആരെ തിരഞ്ഞെടുക്കണം, ആർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ റിസൾട്ട് നമ്മളിപ്പോഴും കാണാറുണ്ട്. ഒരു യമണ്ടൻ പ്രേമകഥയുടെ സംവിധായകൻ നൌഫൽ, തിരക്കഥാകൃത്തുക്കളായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ബിബിൻ, നായിക സംയുക്ത മേനോൻ, സംഗീത സംവിധായകൻ നാദിർ ഷാ തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മീഡിയ 1, ദുബൈ. ഒമാനിലെ ഇന്ത്യൻ എംബസിയുടെ രക്ഷാകർതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ദാർസൈത്തിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടക്കുന്ന ബുക്ക് ഫെസ്റ്റ് 2019 200-ലധികം പ്രസാധകരുടെ പുസ്തകങ്ങൾ പ്രദർശനത്തിന് ഉണ്ടാകും. ഇംഗ്ലീഷ്, അറബിക് പുസ്തകങ്ങൾക്ക് പുറമെ ഹിന്ദി, മലയാളം, തമിഴ്, ഗുജറാത്തി തുടങ്ങി 12 ഇന്ത്യൻ ഭാഷകളിലുള്ള പുസ്തകങ്ങളും പ്രദർശനത്തിനുണ്ടാകും.
അൽബാജ് ബുക്സുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവത്തിൽ കേരളത്തിൽ നിന്ന് DC ബുക്സ് അടക്കം പ്രസാധകരുടെ സാന്നിധ്യവുമുണ്ട്. മഹാത്മാഗാന്ധിയുടെ 150-ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ വർഷത്തെ പുസ്തകോത്സവമെന്ന് സോഷ്യൽ ക്ലബ് ചെയർമാൻ ഡോക്ടർ സതീഷ് നമ്പ്യാർ പറഞ്ഞു. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് പ്രദർശനത്തിൽ പ്രവേശന സമയം. 24-ന് രാത്രി 8 മണിക്ക് ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. സുൽത്താന്റെ ഉപദേശകനായ ഡോക്ടർ മുഹമ്മദ് അൽ സുബൈറും ഇന്ത്യൻ അംബാസിഡർ മുനു മഹാവറും ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിക്കുക. മഹാത്മാഗാന്ധിയുടെ 5 മീറ്റർ ഉയരമുള്ള പെയിന്റിംഗും പരിപാടിയിൽ അനാവരണം ചെയ്യും. മീഡിയ 1 മസ്കത്ത്. ദമ്മാം പെരിന്തൽമണ്ണ NRI ഫോറം വാർഷികാത്സവം സംഘടിപ്പിച്ചു. പ്രവിശ്യയിലെ സാമൂഹ്യ ജനസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പരിപാടിയിൽ ആദരിച്ചു. പെരിന്തൽമണ്ണോത്സവം 2019 എന്ന പേരിലാണ് പരിപാടി. ദമ്മാം ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ സുനിൽ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ട് ഗായകൻ MA ഗഫൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക മാധ്യമ രംഗത്തുള്ളവർ സംബന്ധിച്ചു. രക്ഷിതാക്കൾക്കായി പാരന്റിംഗ് പരിപാടി സംഘടിപ്പിച്ചു. സാമൂഹിക ജനസേവന രംഗത്തുള്ളവരെ പരിപാടിയിൽ ആദരിച്ചു. കുട്ടികൾക്കും വനിതകൾക്കുമായി പായസം മത്സരം, മെഹന്തി മത്സരം, ചിത്രരചന, ക്വിസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. ഗായകരും വിവിധ ട്രൂപ്പുകളും ചേർന്ന് അവതരിപ്പിച്ച ഗാനമേളയും വ്യത്യസ്ത കലാപരിപാടികളും അരങ്ങേറി. മൈലാഞ്ചി തോപ്പിൽ മായങ്ങി ഹബീബ് ഏലംകുളം, നസീർ ബാബു, ഇക്ബാൽ ആനമങ്ങാട്, അബ്ദുൽ സലാം എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 ദമാം. കേരളത്തിൽ വോട്ടെടുപ്പ് എടുക്കുന്നതിന്റെ ആവേശം പ്രവാസ ലോകത്തുമുണ്ട്. ഓരോ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കടലിനക്കരെ നിന്ന് ഓരോ പ്രവാസിക്കും ചിലത് പറയാനുണ്ട്. അക്കരെ നിന്നൊരു വോട്ടിൽ ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. ബഹ്റൈനിൽ നിന്ന് സിറാജ് പള്ളിക്കരയുടെ റിപ്പോർട്ട് കാണാം. നമസ്കാരം. അക്കരെ നിന്നൊരു വോട്ട് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് അക്കരെ നിന്നൊരു വോട്ട് ചർച്ച ചെയ്യുന്നത്. ആറ്റിങ്ങൽ പ്രദേശവാസികളായ പ്രവാസികളിൽ നിന്ന് അവരുടെ മണ്ഡലത്തെക്കുറിച്ചുള്ള ജനവിധി എന്തായിരിക്കുമെന്നുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ആരായാം. നമസ്കാരം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത്. അതെ അതെ അതെ. ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറഞ്ഞാൽ അതൊരു ഇടതുപക്ഷ മനസ്സുള്ള മണ്ഡലമാണ്. പിന്നെ മാത്രമല്ല പരിണിതപ്രജ്ഞനായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള MP ആണ് നമ്മുടെ 10 വർഷമായിട്ട്. വികസന പ്രവർത്തനങ്ങളുടെ ഘോഷയാത്ര. പിന്നെ മാത്രമല്ല ഇന്ത്യൻ പാർലമെൻറ്റിന് മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് സമ്പത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പായിട്ടും സമ്പത്ത് തന്നെ വരണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത്. ആറ്റിങ്ങലിൻ്റെ പാരമ്പര്യം എന്നും കോൺഗ്രസ്സിന് അനുകൂലമായിരുന്നു. ഇപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് 2-3 പ്രാവശ്യമായി ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരികയും എന്നാൽ ഈ നാട്ടിൽ പറയത്തക്ക ഒരു വികസനവും ഉണ്ടായിട്ടും ഇല്ല. അതിനെതിരെ അടൂരിൽ നിന്ന് വന്ന അടൂർ പ്രകാശിയെ ഈ നാട്ടിലെ എല്ലാവർക്കും സുപരിചിതനായിരുന്നു. അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയിൽ, ആ പ്രദേശത്തെ MLA എന്നുള്ള നിലയിൽ ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഒരു വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഈ നാടിൻ്റെ വികസനം തന്നെ തിരുത്തി എഴുതാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകരും ഒപ്പം നിൽക്കുന്ന എല്ലാ നേതാക്കളും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിൽ പോലും MP-യുടെ വകയായിട്ടുള്ളൊരു ആംബുലൻസോ അല്ലെങ്കിൽ സ്കൂളിൽ വിദ്യാഭ്യാസ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു പഞ്ചായത്ത് പോലുമില്ല. വികസനം എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു രീതിയിലുള്ള വികസനങ്ങളാണ് കഴിഞ്ഞ 10 വർഷങ്ങൾ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതും മുന്നോട്ടും യുവതലമുറയ്ക്ക് വരും ഉപയോഗങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള വികസനങ്ങൾ തന്നെയാണ് ഇനിയും ഉദ്ദേശിക്കുന്നതും. ആ വികസന കാഴ്ചപ്പാടിൽ തന്നെയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള ജനങ്ങൾ സമ്പത്തിനെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കും എന്നുള്ളതാണ് പരിപൂർണമായ വിശ്വാസം. ഇവിടെ മന്ത്രിയായിട്ടിരുന്നു കൊണ്ട് ആ നാടിൻ്റെ ഏറ്റവും അധികം വികസനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ്. തീർച്ചയായിട്ടും ആറ്റിങ്ങൽക്കാർക്ക് ഒരു ഭാഗ്യം തന്നെയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടാവും. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശ്വസിക്കുന്നവർ ഉൾപ്പെടെ തീർച്ചയായിട്ടും ഈക്കുറി അടൂർ പ്രകാശിന് അനുകൂലമായി വിധിയെഴുതും എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനും
പിന്നീട് സാമുദായിക സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും വേണ്ടി ആറ്റിങ്ങൽ എ സമ്പത്തിൻ്റെ വിജയം അനിവാര്യമാണ്. അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ ഒന്നടങ്കം വിജയിപ്പിച്ചുകൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എ സമ്പത്ത് ഹാട്രിക് വിജയം നേടുമോ അതോ അടൂർ പ്രകാശ് മണ്ഡലം തിരിച്ചു പിടിക്കുമോ? ശോഭാ സുരേന്ദ്രൻ വെല്ലുവിളി ഉയർത്തുമോ? പ്രവാസികളും ഉറ്റുനോക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക്. ക്യാമറ പേഴ്സൺ റോബിൻ ഐരൂരിനോടൊപ്പം സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. കുവൈറ്റ് KMCC സംസ്ഥാന കമ്മിറ്റി ഏർപ്പെടുത്തിയ ആദ്യ വോട്ട് വിമാനം കണ്ണൂരിലെത്തി. സംസ്ഥാന പ്രസിഡന്റ് ഷറഫുദ്ദീൻ കണ്ണയത്തിന്റെ നേതൃത്വത്തിൽ 100ഓളം KMCC പ്രവർത്തകർ ഉൾപ്പെടുന്ന സംഘമാണ് ഇന്ന് വൈകിട്ട് ഇൻഡിഗോ വിമാനത്തിൽ നാട്ടിലെത്തിയത്. മലബാർ മേഖലയിൽ ശക്തമായ മത്സരം നടക്കുന്ന കണ്ണൂർ, വടകര, കാസർഗോഡ് മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ടവരാണ് കുവൈത്തിൽ നിന്നുള്ള ആദ്യ വോട്ട് വിമാനത്തിൽ നാട്ടിലെത്തിയത്. ഇൻഡിഗോ എയർലൈൻസിന്റെ പ്രത്യേകം ചാർട്ടർ ചെയ്ത വിമാനത്തിലെത്തിയ KMCC പ്രവർത്തകരെ കണ്ണൂർ ജില്ലാ UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു. വടകരയിലെയും കണ്ണൂരിലെയും ഒക്കെ അക്രമ രാഷ്ട്രീയത്തിന് ശക്തമായ മറുപടി നൽകാനാണ് കുവൈത്തിൽ നിന്നും ഞങ്ങളൊക്കെ ജോലിയിൽ വളരെ ത്യാഗം സഹിച്ച് പല ആളുകളും കുടുംബങ്ങളെ അവിടെ നിർത്തി പോരേണ്ട ആളുകളുണ്ട്. അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് ലീവ് കിട്ടാതെ ലോസ് ഓഫ് പേക്ക് പോലും ഇങ്ങോട്ട് വന്നിട്ടുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ. വോട്ട് വിമാനത്തിൽ നാട്ടിലേക്ക് പോകുന്നവർക്ക് കുവൈത്ത് വിമാനത്താവളത്തിൽ രാവിലെ നൽകിയ യാത്രയയപ്പിൽ KMCC മുൻ കേന്ദ്ര പ്രസിഡന്റ് KTP അബ്ദുറഹ്മാൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി MK അബ്ദുൾ റസാഖ്, വോട്ട് വിമാനം കോർഡിനേറ്റർ മുഹമ്മദ് അസ്ലം കുറ്റിക്കാട്ടൂർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്നുള്ള ദിവസങ്ങളിലും കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് പ്രവർത്തകർ പുറപ്പെടുന്നുണ്ടെന്ന് KMCC ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റി ഖത്തറിലെ UDF പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ വോട്ട് വിമാനത്തിന്റെ ആദ്യ ബാച്ച് നാട്ടിലെത്തി. UDF OICC നേതാക്കളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ പ്രവർത്തകർക്ക് സ്വീകരണം നൽകി. 50 പേരാണ് വോട്ട് വിമാനത്തിന്റെ ആദ്യ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇൻകാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സമീർ ഏറാമലയുടെ നേതൃത്വത്തിൽ 50ഓളം വരുന്ന ഇൻകാസ് പ്രവർത്തകരാണ് വോട്ടെടുപ്പിനായി നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. തുമാമ KMCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രവാസി വോട്ടർമാർക്ക് യാത്രയയപ്പ് നൽകി. രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിച്ച ടീഷർട്ടുകളും തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും ഏന്തിയാണ് പ്രവർത്തകർ വിമാനം കയറിയത്. UDF, ഇൻകാസ്, OICC നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകരെ കോഴിക്കോട് എയർപോർട്ടിൽ സ്വീകരിച്ചു. അവിടെ നിന്ന് പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിൽ പുറപ്പെട്ട പ്രവർത്തകരെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി MK രാഘവൻ, വടകര സ്ഥാനാർത്ഥി K മുരളീധരൻ, കണ്ണൂർ സ്ഥാനാർത്ഥി K സുധാകരൻ എന്നിവർ അതത് മണ്ഡല ആസ്ഥാനങ്ങളിൽ വെച്ച് അഭിസംബോധന ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇൻകാസ് പ്രവർത്തകർ വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് യാത്ര തിരിക്കുമെന്ന് സമീർ ഏറാമല പറഞ്ഞു. മീഡിയ 1, ദോഹ. 23ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് നാളെ ദോഹയിൽ തുടക്കമാകും. 44 രാജ്യങ്ങളിൽ നിന്നായി 700ഓളം കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുക. നിലവിലെ ജേതാക്കളായ ഇന്ത്യയുടെ 51അംഗ സംഘത്തിൽ 6 മലയാളി താരങ്ങളും ഉണ്ട്. ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായികമേള. 44 രാജ്യങ്ങളിൽ നിന്നായി 700 അത്ലറ്റുകൾ. പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 186 മെഡലുകൾ. ചരിത്രത്തിലാദ്യമായി മിക്സഡ് റിലേയും. 23ാമത് ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനായി ദോഹ ഒരുങ്ങിക്കഴിഞ്ഞു. നാളെ മുതൽ 24 വരെയുള്ള 4 ദിവസങ്ങളിലായി ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. മീറ്റിൽ ചാമ്പ്യന്മാരാകുന്നവർക്ക് ഈ വർഷം ദോഹയിൽ തന്നെ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. തുടർച്ചയായി 17 വർഷം കിരീടം കുത്തകയാക്കി വെച്ച ചൈനയെ മലർത്തിയടിച്ച് കഴിഞ്ഞ തവണ കന്നി കിരീടം ചൂടിയ ഇന്ത്യ നിലവിലെ ജേതാക്കളുടെ പകിട്ടോടുകൂടിയാണ് മേളക്കെത്തുന്നത്. എന്നാൽ പ്രധാന താരങ്ങൾക്ക് പരിക്ക് മൂലം മത്സരിക്കാനാവാത്തത് ഇന്ത്യക്ക് തിരിച്ചടിയാണ്. അതേസമയം മെഡൽ പ്രതീക്ഷകളുമായി ദ്യുതി ചന്ദും ഹിമാദാസും മത്സരിക്കാനിറങ്ങും. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 3 വെള്ളി മെഡലുകൾ നേടിയ മലയാളി താരം മുഹമ്മദ് അനസ് യഹിയയും ഇന്ത്യയുടെ പ്രതീക്ഷയാണ്. അനസിനെ കൂടാതെ PU ചിത്രയും ജിൻസൺ ജോൺസണും ജിസ്ന മാത്യുവും ഉൾപ്പെടെ 6 മലയാളി താരങ്ങൾ ഇന്ത്യൻ സംഘത്തിലുണ്ട്. ഇന്ത്യയിൽ നിന്നും കിരീടം തിരിച്ചുപിടിക്കാൻ ഇറങ്ങുന്ന ചൈനീസ് സംഘത്തിൽ ഒളിമ്പിക്സ് ഷോട്ട്പുട്ട് ചാമ്പ്യൻ ഗോങ് ലിജാവോ, പോൾവോൾ ചാമ്പ്യൻ ലീലിംഗ്, ജാവലിൻ ത്രോ ലോക ജേതാവ് ല്യൂ ഹ്യൂയി എന്നിവരും മത്സരിക്കാനിറങ്ങും. ഒളിമ്പിക് മെഡൽ ജേതാവ് മുത്താസ് ബർഷിം നയിക്കുന്ന ആതിഥേയരായ ഖത്തറും കിരീട പ്രതീക്ഷകളോടുകൂടിയാണ് മീറ്റിനിറങ്ങുന്നത്. എല്ലാം റെഡിയാണ്. ഏഷ്യയുടെ കായിക മനസ്സ് ഇനിയുള്ള 4 നാൾ കുടികൊള്ളുക എനിക്ക് പിറകിലുള്ള ഈ ട്രാക്കിലായിരിക്കും. ദോഹയിലെ ഖലീഫ സ്റ്റേഡിയത്തിൽ നിന്നും അഷ്റഫ് ഓമശ്ശേരിക്കൊപ്പം PC സൈഫുദ്ദീൻ, മീഡിയ 1. മുൻനിര താരങ്ങളുടെ പരിക്കും മോശം മുന്നൊരുക്കവും ഏഷ്യൻ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് തിരിച്ചടിയാണ്. മെഡൽ പ്രതീക്ഷകളായിരുന്ന ജാവലിൻ താരം നീരജ് ചോപ്ര, സ്പ്രിന്റർ മഞ്ജിത് സിംഗ് എന്നിവർ പരിക്ക് മൂലം മത്സരിക്കില്ല. പ്രധാന താരങ്ങൾക്ക് യോഗ്യത നേടാൻ കഴിയാതിരുന്നതും നിരാശ പകരുന്നു. നിലവിലെ ജേതാക്കളുടെ പകിട്ടോടെ ദോഹയിലേക്ക് എത്തുന്ന ഇന്ത്യൻ സംഘത്തിന് പക്ഷേ വലിയ പ്രതീക്ഷകളില്ല. 51അംഗ സംഘത്തിൽ മെഡൽ പ്രതീക്ഷയുണ്ടായിരുന്ന പലരും ദോഹയിൽ എത്തിയിട്ടില്ല. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടക്കാരായ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര, 800 മീറ്റർ ഓട്ടക്കാരൻ മഞ്ജിത് സിംഗ് തുടങ്ങിയവരാണ് പരിക്ക് മൂലം പുറത്തിരിക്കുന്നത്.
ട്രിപ്പിൾ ജമ്പിൽ മെഡൽ പ്രതീക്ഷയായിരുന്ന അർപീന്ദർ സിംഗിന് യോഗ്യത ലഭിച്ചതുമില്ല. ഹർഡിൽസ് താരം ധരണും പരിക്ക് മൂലം മത്സരിക്കുന്നില്ല. ഭുവനേശ്വറിൽ നടന്ന കഴിഞ്ഞ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയ ദീർഘദൂര ഓട്ടക്കാരൻ ജി ലക്ഷ്മണനും ഇത്തവണ യോഗ്യത ലഭിച്ചില്ല. അതേസമയം കിരീടം കൈവിടില്ലെന്ന ഉറച്ച വാക്കുകളാണ് ദേശീയ കോച്ച് ബഹാദൂർ സിംഗിന്റേത്. ദ്യുതി ചന്ദിലും മലയാളി താരം ജിൻസൺ ജോൺസണിലും പുത്തൻ താരോദയം ഹിമാദാസിലും ഒപ്പം ഷോട്ട്പുട്ട് താരം തേജീന്ദർ പാൽ സിംഗ് ടൂറിലും കോച്ച് പ്രതീക്ഷ വെക്കുന്നു. ജക്കാർത്തയിൽ നടന്ന കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 7 സ്വർണം ഉൾപ്പെടെ 19 മെഡലുകൾ വാരിക്കൂട്ടിയ ഇന്ത്യക്ക് അതേ പ്രകടനം ദോഹയിലും ആവർത്തിക്കാനാകുമോ എന്ന ആശങ്കയാണ് കായിക പ്രേമികൾക്കുള്ളത്. ഈ വർഷം തന്നെ ദോഹയിൽ നടക്കുന്ന ലോക അത്ലറ്റിക് മീറ്റിലേക്കുള്ള യോഗ്യതാ കടമ്പ കൂടിയാണ് മീറ്റ് എന്നതും അടുത്ത വർഷം ഒളിമ്പിക്സ് നടക്കാനിരിക്കുന്നതും ഇന്ത്യൻ സംഘത്തിന് വെല്ലുവിളിയാണ്. PC സൈഫുദ്ദീൻ, മീഡിയ 1, ദോഹ. കുവൈത്തിലെ ജാബിർ ആശുപത്രിയുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ ഭാഗികമായി ആരംഭിക്കും. ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ജുനൂബ് സൂറയിലെ എമർജൻസി വിഭാഗത്തിൽ പ്രദേശവാസികൾക്ക് മാത്രമാണ് ആദ്യഘട്ടത്തിൽ ചികിത്സാ സൗകര്യം ലഭ്യമാക്കുക. കുവൈത്ത് വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മുബാറക് അൽ കബീർ ഹെൽത്ത് ഡയറക്ടർ ഡോക്ടർ സയ്യിദ് അൽ ദറയാണ് ഇക്കാര്യം അറിയിച്ചത്. എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തിങ്കളാഴ്ച മുതൽ തുറക്കുമെങ്കിലും ആശുപത്രി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകാൻ ഇനിയും സമയമെടുക്കും. കഴിഞ്ഞ നവംബർ 28-ന് അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ ജാബിർ സബാഹ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത ജാബിർ ആശുപത്രി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ആതുരാലയമാണെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അവകാശവാദം. 4.2 മില്യൺ ചതുരശ്ര മീറ്ററാണ് ആശുപത്രിയുടെ വിസ്തീർണം. 1168 പേരെ ഒരേ സമയം കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും 36 ശസ്ത്രക്രിയാ മുറികളുമുണ്ട്. 50 ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുള്ള ആശുപത്രിയോടനുബന്ധിച്ച് ഹെലിപാഡും 5000 വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും തയ്യാറാക്കിയിട്ടുണ്ട്. ആശുപത്രി നടത്തിപ്പ് ചുമതല വിദേശ പങ്കാളികളെ ഏൽപ്പിക്കാൻ ആലോചനയുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. മീഡിയ 1, കുവൈറ്റ് സിറ്റി.